കൂടുതൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി ആലുവ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കി പോലീസ്. ആലുവയിൽ അനധികൃതമായി തങ്ങിയിരുന്ന 2 ബംഗ്ലാദേശികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. വിവിധ ഭാഷാ തൊഴിലാളികളെന്ന വ്യാജേനയാണ് ബംഗ്ലാദേശികൾ ലേബർ ക്യാമ്പുകളിൽ തങ്ങുന്നത്. ആലുവ പുളിഞ്ചോട് ഭാഗത്ത് താമസിച്ചിരുന്ന ഷക്കീൽ ഖാൻ, റോണി ഷെയ്ഖ് എന്നിവരായിരുന്നു കഴിഞ്ഞ ദിവസം ആലുവ പോലീസിന്റെ പിടിയിലായത്. വിവിധ ഭാഷാ തൊഴിലാളികൾക്കൊപ്പം കഴിഞ്ഞിരുന്ന ഇവർ വ്യാജരേഖകളും ഉണ്ടാക്കിയിരുന്നു. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ 15 വർഷം മുമ്പെത്തിയ റോണി ഷെയ്ഖ് ബംഗാളിൽ പരിശോധനകൾ ശക്തമായപ്പോഴായിരുന്നു കേരളത്തിലേക്ക് എത്തിയത്. ഇത്തരത്തിൽ കൂടുതൽ ബംഗ്ലാദേശികൾ കേരളത്തിൽ തങ്ങുന്നതായ സൂചനയിൽ ഈ മേഖലയിൽ വ്യാപക പരിശോധനകൾ നടത്തുകയാണ്. മുനമ്പം, പെരുമ്പാവൂർ, ആലുവ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെയും നിരവധി ബംഗ്ലാദേശികൾ പിടിയിലായിരുന്നു. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിനടുത്ത് അനധികൃതമായി താമസിച്ചിരുന്ന 10 ബംഗ്ലാദേശികൾ കഴിഞ്ഞ ജൂണിൽ അറസ്റ്റിലായതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 60ഓളം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ എറണാകുളം റൂറൽ മേഖലയിൽ കണ്ടെത്തിയിരുന്നു. ഫോറിൻ ആക്ടേഴ്സ് ആക്ടും പാസ്പോർട്ട് ആക്ടുമാണ് പ്രതികൾക്കെതിരെ നിലവിൽ ചുമത്തുന്നത്. ജനം, കൊച്ചി.